NHS എല്ലാവരും പിരിച്ചുവിടാൻ വേണ്ടി പോകുന്നു. നമുക്കാർക്കും ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് റോൾസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. അതിൻ്റെ എന്നൊക്കെയാണ് സത്യാവസ്ഥ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ചിലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി 780-ലധികം ഫുൾ ടൈം ജീവനക്കാരെ പിരിച്ചുവിടാൻ NHS ട്രസ്റ്റ് ഒരുങ്ങുന്നു. സോ ബേസിക്കലി ആ ഒരു ചാനലിലായിരുന്നു ഈ വീഡിയോ ഞാൻ കണ്ടതും എനിക്ക് കുറേ ആൾക്കാർ അയച്ചു തന്നതും എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതും. അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. കാരണം നമുക്ക് വേറെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്ലാൻ. പക്ഷേ ആൾക്കാർ ഇത് ചോദിച്ചപ്പോഴത്തേക്കും ഏതായാലും നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചു. സോ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സർട്ടൻ ക്രൈറ്റീരിയസും സർട്ടൻ നമ്പർ ഓഫ് എംപ്ലോയി ടാർഗറ്റ്സും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നടന്നിരിക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പൾസീവ് റിക്രൂട്ട്മെന്റ്സ് ഉണ്ട് ഒരുപാട് ട്രസ്റ്റുകളിൽ. സോ അവരെന്താ ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാൻഡ് 3 വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബാൻഡ് 2 ഷിഫ്റ്റ് വർക്ക് അല്ലെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ, അഡ്മിൻ ആൻഡ് ക്ലറിക്കൽ പോസ്റ്റുകളൊക്കെ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാൻഡ് 2 ആളെ ആവശ്യമുണ്ട്, ബാൻഡ് 2 ഹയർ ചെയ്യുക വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ദി ഫിനാൻഷ്യൽ ഡെപ്ത് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫണ്ടിങ് നോക്കാതെ ലൈക്ക് അവർ സ്ട്രേറ്റ് അവേ ഹയർ ചെയ്യുക. സോ ഒരു ഇമ്പൾസീവ് റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ഇവരിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ട്രസ്റ്റിന് സംഭവിക്കുന്നത് എന്നാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി പേഷ്യൻസ് സെന്റേഡ് കെയർ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല പേഷ്യൻസിന്. അതിപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും. അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളെ ഹയർ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഇപ്പം നമ്മൾ അവർക്ക് വേണ്ടി ഇത്തരം പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യലി ഡെഫിസിറ്റ് വരുമ്പോഴത്തേക്കും ഒരു ട്രസ്റ്റിന് അത്രമാത്രം അടിയാണ് കിട്ടുന്നത്. സോ ഒരാളെ ഹയർ ചെയ്യുമ്പോഴത്തേക്കും ഇത്രമാത്രം എമൗണ്ട് ആണ് ലൈക്ക് അവർക്ക് ആനുവലി നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കേണ്ടത്. സോ മന്ത്ലി അത് കണക്കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ബിഗ് കോസ്റ്റ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ട്രസ്റ്റിൽ ഒരു എംപ്ലോയീസിനല്ല അങ്ങനെ നമ്മൾ ഹയർ ചെയ്യുന്നത്. എത്രമാത്രം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എത്രമാത്രം ഡയറക്ടറേറ്റ്സ് ഉണ്ട്, എത്രമാത്രം ലൈക്ക് റിസപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. സോ ഇവിടെ എല്ലായിടത്തും നമ്മൾ ഓരോരോ ആൾക്കാരെ ഹയർ ചെയ്ത് വരുമ്പോഴത്തേക്കും അത്രമാത്രം എമൗണ്ട് ആണ് ജസ്റ്റ് ഒരു പേയ്മെന്റ് സ്കെയിലിന് വേണ്ടി മാത്രം പോകുന്നത്. സോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും amount of nurture അല്ലെന്നുണ്ടെങ്കിൽ amount of focus നമുക്ക് പേഷ്യൻസിന് കൊടുക്കുമ്പോഴത്തേക്കും ലൈക്ക് പേഷ്യൻസിന് കൊടുക്കാനിരിക്കുന്ന ആ ഒരു സെന്റർ ഫോക്കസ് റിയലി കുറയുവാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഒരു ട്രസ്റ്റിനും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. സോ ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഓൾമോസ്റ്റ് ട്രസ്റ്റുകളും ഇപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡെഫിസിറ്റി കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ UK ഗവൺമെന്റ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടുണ്ട്. നമുക്ക് ഓരോ ട്രസ്റ്റുകൾക്കും ഫിനാൻഷ്യലി അലോട്ട് ചെയ്തിരിക്കുന്ന ഓരോരോ ഫണ്ടുകളുണ്ട്. സോ അത് വെച്ചിട്ടാണ് ഇവർ എല്ലാവർക്കും പേയ്മെന്റ്സും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും അവർ റൺ ചെയ്യിപ്പിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഹയർ ചെയ്യപ്പോഴത്തേക്കും പ്രശ്നം വരുന്ന ഇതാണ്. സോ ഇതിനകത്ത് 2 തരം ആൾക്കാരുണ്ട്. ഒന്നാമത്തേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോലി ആവശ്യമുണ്ടായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത്തേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് റാൻഡംലി കിട്ടിയിട്ട് ബാക്കിയുള്ള ജോലിയും ചെയ്തിട്ട് ലൈക്ക് അങ്ങനത്തെ ഒരു സർട്ടൻ കൈൻഡ് ഓഫ് ആൾക്കാർ. സോ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും ജെന്യുവനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺഷിപ്പ് തേടി നടക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ വേണ്ടി ചാൻസസ്. കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കയറും, ജോലി പഠിക്കും, അപ്സ്കിൽ ചെയ്യും, പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ലൈക്ക് അവർക്ക് ഹയർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. സോ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ അറൈസ് ആകുന്ന കാരണമാണ് മെയിൻലി ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. സോ ഇതിനകത്ത് എന്നോട് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ഇട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാവരും പിരിച്ചുവിടുമെന്ന്. സോ യെസ് അല്ലെങ്കിൽ നോ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് 100% ഒരു ഷുവറിറ്റിയും പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ അവർ പിരിച്ചുവിടും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ലൈക്ക് പ്രീവിയസ് അവർ മെസ്സേജസും കാര്യങ്ങളും നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വേറെ ജോലി തപ്പുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് ഡെഫിസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡും കാര്യങ്ങളും ഒന്നും അവർ നോക്കത്തില്ല, നമ്മൾ എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ടോ നോക്കത്തില്ല. അവർ നമ്മളെ സ്ട്രേറ്റ് അവേ പിരിച്ചുവിടാൻ വേണ്ടിയാണ് മോസ്റ്റ്ലി ചാൻസസ്. എന്ന് പറഞ്ഞ് നേരെ നിങ്ങൾ പിരിച്ചുവിടുമെന്നല്ല, അവർക്ക് സർട്ടൻ ക്രൈറ്റീരിയസും കാര്യങ്ങളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബിന്റെ ഡെപ്ത് അനുസരിച്ച് വേണം അവർക്ക് ബാക്കിയുള്ള ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി. ഇപ്പൊ ബാൻഡ് 4 ബാൻഡ് 5 വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സ്ട്രേറ്റ് അവേ അവർക്ക് പിരിച്ചുവിടാൻ വേണ്ടി പറ്റത്തില്ല. അവർക്കൊരു ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അവർക്ക് വേണ്ടി ഒരു സെക്കൻഡറി അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒരു പ്രൈമറി ഫോക്കസ്ഡ് ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി ബാൻഡ് 2 ബാൻഡ് 3 വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം, ബാൻഡ് 4 വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ബാൻഡ് 3 കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസിലി ബാൻഡ് 2 അല്ലെന്നുണ്ടെങ്കിൽ ബാൻഡ് 4 വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈസിലി ബാൻഡ് 3 ആ ഒരു ജോബ് റോൾ നമുക്ക് ഈസിലി കവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് ആദ്യമേ അവർ ചെയ്യേണ്ട കാര്യമായിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണ്ടത്തരാണ് അവർ ആദ്യമേ കാണിച്ചിരിക്കുന്നത്. സോ ഇത് ആദ്യം അവർ ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും പ്രശ്നം വരത്തില്ലായിരുന്നു, സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും പോകുമായിരുന്നു. പക്ഷേ ഇവരുടെ ഓവർ റിക്രൂട്ട്മെന്റും പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുവർ പ്ലാനിങ് കാരണമാണ് ഈ ഒരു സംഭവം ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ്ലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈക്ക്
യെസും പറയത്തുള്ളൂ നോയും പറയത്തുള്ളൂ, ഒരു 50% ചാൻസസ് ഉണ്ടെന്നേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. സോ ആരും പേടിപ്പിക്കാൻ വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈക്ക് പ്രോപ്പർ എന്താ പറയുന്നത്, നിങ്ങളുടെ സസ്റ്റൈനബിലിറ്റി നിങ്ങൾ തന്നെ നോക്കണം. കാരണം നമുക്കിവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി വേണം. സോ അതനുസരിച്ച് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയും ഒരു കാര്യങ്ങളും വിളിച്ചു വരെ പറയാൻ വേണ്ടിയല്ല. പിന്നെ പറയാൻ വേണ്ടിയുള്ളത്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് വെറുതെ കുറേ വീഡിയോസ് ഉണ്ടാക്കുന്നത്, ഒരു ഇൻഫർമേഷൻസും ഒരു നോളജും ട്രസ്റ്റിനെ കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ അവർ വർക്ക് പോലും ചെയ്തിട്ടില്ലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് ഇൻഡെപ്ത് നോളജും കാര്യങ്ങളും ഒന്നും ഇതിനെക്കുറിച്ചില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ വായ വരുന്ന വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എത്രമാത്രം അതിനകത്ത് എത്രമാത്രം ട്രൂത്ത് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എത്രമാത്രം അതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഒരു ഡിസിഷനും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാവുള്ളൂ. സോ പിന്നെ പറയാൻ വേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീവ് പോളിസിയെ കുറിച്ചാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ജോലി പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ 100% നിങ്ങളുടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ചാൻസസ് കൂടുതലാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ലൈക്ക് അവർ നിങ്ങളെ ലേ ഓഫ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ്ലി ആ ഒരു ക്രൈറ്റീരിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ചെയ്യാതെ. പക്ഷേ നമുക്ക് എങ്ങനെ പിടിച്ച് നിൽക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ലീവ് പോളിസിയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. മാക്സിമം ലീവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. കാരണം NHSന്റെ ലീവ് പോളിസി നമുക്കറിയാം. ഒരു എപ്പിസോഡ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 5, 6, 7 ഒക്കെ ദിവസങ്ങളൊക്കെയാണ് നമുക്ക് ഒറ്റയടിക്ക് ഒരു എപ്പിസോഡൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ആ ഒരു എപ്പിസോഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പറ്റുന്ന സംഭവം എന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ അത് തന്നെ നമ്മൾ ലീവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ പ്രസൻസ് ഇല്ലാതാവുകയാണ്. ലൈക്ക് നമ്മൾ തന്നെ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ ചിലപ്പോൾ പനി പിടിച്ചായിരിക്കും നമ്മൾ സിക്ക് എടുത്തിരിക്കുന്നത്. സോ മാക്സിമം ഞാൻ പറയുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാതിരിക്കുക, ചെയ്യാതിരിക്കുക, മാക്സിമം പോകാൻ വേണ്ടി നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്തെങ്കിലും റിമോട്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ തടി തപ്പാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇങ്ങനത്തെ തൽക്കാലം എന്താ പറയുന്നത്, ഒന്ന് സെയിൽ ചെയ്ത് വരുന്നിടം വരെ, ലൈക്ക് നമ്മുടെ ട്രസ്റ്റ് ഒക്കെ ഒന്ന് സ്റ്റെബിൾ ആവുന്നിടം വരെ ലൈക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ മെഷേഴ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മുടെ ഒരു ജോലിയുടെ സസ്റ്റൈനബിലിറ്റി നോക്കാൻ വേണ്ടി. സോ ഏതായാലും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാവുന്ന NHSൽ വർക്ക് ചെയ്യുന്ന. മോസ്റ്റ്ലി ഞാൻ പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ മോസ്റ്റ്ലി നമ്മുടെ NHS വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ഇന്ത്യൻസിൻ്റെ വലിയൊരു സപ്പോർട്ടും വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ട്. സോ നമ്മളൊക്കെ ഇത്ര ആൾക്കാരെയൊക്കെ നമ്മുടെ ആൾക്കാരെ മാത്രമല്ല, ലൈക്ക് ഒബ്വിയസ്ലി ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട്. 750 എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ 750 ഇന്ത്യൻസിനെ മാത്രം പറഞ്ഞു വിടുമെന്നല്ല, ഒബ്വിയസ്ലി അതിനകത്ത് വേറെ ആൾക്കാരും ഉണ്ട്. സോ മാക്സിമം നമ്മുടെ ആൾക്കാർ തന്നെ പക്ഷേ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്ര ആൾക്കാരെ ഒരുമിച്ചൊക്കെ പിരിച്ചു വിടുക എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ടാസ്ക് ഫോർ ദാറ്റ് ട്രസ്റ്റ്. സോ അങ്ങനെ എത്രമാത്രം ട്രസ്റ്റുകൾ നടക്കുന്നു. സോ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത് നിങ്ങളൊരു ഇൻഫർമേറ്റീവ് പർപ്പസിൽ മാത്രം എടുക്കണം. ഇതൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഏതായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം ആൾക്കാർക്ക്. ഇങ്ങനത്തെ കണ്ടന്റ്സും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചാനലിൽ വന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ഐക്കണും കൂടെ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.